നമസ്കാരം. ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈയിടെ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേരിൽ, അതും ജാനകി എന്ന ഒരൊറ്റ പേരിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോ ആ വിഷയം നിങ്ങളുമായി ഒന്ന് സംസാരിക്കണം, അതിനെപ്പറ്റി നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ചൊന്ന് ആഴത്തിൽ പരിശോധിക്കണമെന്ന് തോന്നി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, അതായത് CBFC, അവരുടെ ചില നിലപാടുകളാണ് ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നിൽ. അതെ, ജാനകി എന്ന പേര് സിനിമയുടെ ടൈറ്റിലിൽ നിന്നും ഡയലോഗുകളിൽ നിന്നും മാറ്റണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. അതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. അപ്പോ എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്തുകൊണ്ട് ഈ പേരൊരു പ്രശ്നമായി? നമുക്ക് നോക്കാം. അപ്പോ ഈ CBFC എന്തിനാണ് ജാനകി എന്ന പേരിനെ ഇങ്ങനെ എതിർത്തത്? നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ചു നോക്കുമ്പോൾ അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ, സിനിമ കൈകാര്യം ചെയ്യുന്നത് ലൈംഗികാതിക്രമം പോലുള്ളൊരു സെൻസിറ്റീവ് വിഷയമാണ്. ഓക്കെ. അപ്പോ അങ്ങനെയുള്ളൊരു സിനിമയില് ഈ ജാനകി എന്ന പേര്, അതായത് സീതാദേവിയുമായി ബന്ധമുള്ളൊരു പേര് ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇത് 1952 സിനിമാറ്റോഗ്രാഫ് നിയമത്തിലെ ഒരു മാർഗനിർദ്ദേശത്തിന് എതിരാണെന്നാണ് അവർ പറയുന്നത്. ഗൈഡ് ലൈൻ 2XI ആണത്. അതായത് ഏതെങ്കിലും മതവിഭാഗത്തെയോ മറ്റോ അപമാനിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കണ്ടെത്തൽ. അതെ, അതാണ് അവരുടെ ഒരു പോയിന്റ്. പക്ഷേ അവിടെയാണ് കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ വരുന്നത്. അത് രസകരമാണ്. അതെന്തായിരുന്നു? കോടതി ചോദിച്ചത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. പണ്ട് സീത ഓർ ഗീത, റാം ലഖൻ എന്നൊക്കെയുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ അതിലൊക്കെ പുരാണ കഥാപാത്രങ്ങളുടെ പേരുകൾ ഉപയോഗിച്ചല്ലോ. അന്നുമില്ലാത്ത എന്ത് പ്രശ്നമാണിപ്പോ ജാനകി എന്ന പേരിന്? കറക്റ്റ്. ജാനകി എന്ന് പറഞ്ഞാൽ സീതയുടെ മറ്റൊരു പേരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെ. അന്ന് ആർക്കും പരാതി ഇല്ലായിരുന്നല്ലോ എന്ന് ജഡ്ജി CBFCയുടെ വക്കീലിനോട് നേരിട്ട് ചോദിച്ചു. അതവരുടെ വാദത്തിലെ ഒരു സ്ഥിരതയില്ലായ്മ കാണിക്കുന്നുണ്ട്. ശരിയാണ്. കോടതിയുടെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. പിന്നെ ഈ തീരുമാനമെടുത്ത് രീതിയിലും ചില പ്രശ്നങ്ങളുണ്ടെന്ന് നിർമ്മാതാക്കൾ പറയുന്നുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. അതിന്റെ നടപടിക്രമങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ആദ്യം സിനിമ കണ്ട സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അവരനുമതി കൊടുത്തു. പക്ഷെ പിന്നീട് ചെയർമാൻ ഇടപെട്ടു. ചെയർമാൻ ഇത് വീണ്ടും പരിശോധിക്കാൻ റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടു. അതെ, അവരാണ് ഈ പേരിന്റെ കാര്യത്തിൽ ഉടക്കിയത്. നിർമ്മാതാക്കൾ പറയുന്നത് 1983 സിനിമാറ്റോഗ്രാഫ് റൂൾസ് അനുസരിച്ച് ഈ റിവൈസിംഗ് കമ്മിറ്റിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് തരാൻ അധികാരമില്ല എന്നാണ്. അവർക്ക് ഒന്നുകിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നിഷേധിക്കാം. അല്ലാതെ കാരണം കാണിക്കാൻ പറയാൻ പറ്റില്ല. അതാണ് വാദം. ആ നോട്ടീസ് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. തീർച്ചയായും. ഈ നിയമപരമായ വശങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നിർമ്മാതാക്കൾക്കിത് വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്നുണ്ട്. അതും ഒരു പ്രധാന പ്രശ്നമാണല്ലോ. കോസ്മോസ് എന്റർടൈൻമെന്റ് പറയുന്നത് ജൂൺ 27 റിലീസ് പ്ലാൻ ചെയ്ത സിനിമയാണ്. ഇങ്ങനെ വൈകുന്നത് കാരണം വലിയ നഷ്ടമാണ് വരുന്നത്. അത് അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ബാധിക്കുന്നു എന്നും അവർ പറയുന്നു, അല്ലേ? ആർട്ടിക്കിൾ 19(1)(a. അതെ, ആവിഷ്കാര സ്വാതന്ത്ര്യം. അതുപോലെ ആർട്ടിക്കിൾ 19(1)(g), അതായത് തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇവ രണ്ടും ലംഘിക്കപ്പെടുന്നു എന്നാണ് വാദം. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി വലിയ ചിത്രം കാണേണ്ടത്. ഈ ഒരു സംഭവം, അതായത് ജാനകി കേസ്, ഇത് ഒറ്റപ്പെട്ട ഒന്നല്ല എന്നൊരു സൂചന ഈ വിവരങ്ങൾ തരുന്നുണ്ട്. ശരിയാണ്. ഇന്ത്യയിൽ പൊതുവെ ഈ ക്രിയേറ്റീവായ കാര്യങ്ങളെ, സിനിമകളെ ഒരുതരം അടിച്ചമർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? CBFC പോലുള്ള സ്ഥാപനങ്ങൾ ചിലപ്പോൾ ഏകപക്ഷീയമായി പെരുമാറുന്നുണ്ടോ? ഇത് മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ഇപ്പോൾ അമേരിക്കയിലെ MPA ആണെങ്കിലും UK BBFC ആണെങ്കിലും അവിടെ ഒരു റേറ്റിംഗ് സംവിധാനമാണ് പ്രധാനം. പ്രായത്തിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ. അതെ. പക്ഷേ ഇന്ത്യയിൽ പലപ്പോഴും ഈ സാംസ്കാരിക സംവേദനക്ഷമത എന്നൊക്കെയുള്ള കുറച്ച് അവ്യക്തമായ കാരണങ്ങൾ പറഞ്ഞ് കണ്ടന്റിൽ ഇടപെടുന്നു എന്നൊരു വിമർശനം നിലവിലുണ്ട്. അപ്പോൾ ഈ സാംസ്കാരിക സംവേദനക്ഷമത എന്നത് സമൂഹത്തിലെ ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന സിനിമകളെ ഒതുക്കാനുള്ള ഒരു ഉപകരണമായി മാറുന്നുണ്ടോ? അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. കാരണം ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് ലൈംഗികാതിക്രമം പോലുള്ളൊരു ഗൗരവമുള്ള വിഷയമാണ്. എന്നിട്ട് ജാനകി എന്നൊരു സാധാരണ പേരിന്റെ പേരിൽ ഇതിനെ തടസ്സപ്പെടുത്തുന്നത് ഒരുമാതിരി ആ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നതുപോലെയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ, ചർച്ച ചെയ്യാൻ കലാകാരന്മാർക്ക് സ്വാതന്ത്ര്യം വേണം, സെൻസർഷിപ്പിനെ പേടിക്കാതെ. CBSCയുടെ കാര്യത്തിൽ ആ സ്ഥിരതയില്ലായ്മയും ഒരു പ്രശ്നമാണ്. ആദ്യം ഓക്കെ പറയുന്നു, പിന്നെ എതിർക്കുന്നു. സുതാര്യത കുറവാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതെ, അത് വിശ്വാസ്യതയെ ബാധിക്കും.
അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ചൈന, ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളൊക്കെ ടെക്നോളജിയിലും സാംസ്കാരിക ഉൽപ്പാദനത്തിലുമൊക്കെ മുന്നോട്ട് കുതിക്കുകയാണ്. നമ്മളിവിടെ ജാനകി എന്ന പേര് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള തർക്കങ്ങളിൽപ്പെട്ട കിടക്കുകയാണോ? ഒരുതരം പിന്നോട്ട് നടത്തം പോലെ തോന്നാം. ഇത് വെറും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മാത്രം പ്രശ്നമല്ല. അല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പുരോഗതിയെ, ആഗോളതലത്തിൽ മത്സരിക്കാനുള്ള കഴിവിനെയൊക്കെ ഇത് ബാധിക്കാം. നമ്മുടെ ക്രിയേറ്റീവ് ടാലന്റിനെ ഇത് തളർത്തും. ശരിയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ JSK കേസ് എന്നത് ജാനകി എന്ന പേരിനെ CBFC എങ്ങനെ കാണുന്നു എന്നതും നിർമ്മാതാക്കളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ്. പഴയ കേസുകളും മറ്റു രാജ്യങ്ങളിലെ രീതികളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ CBFCയുടെ ഈ നടപടി എത്രത്തോളം ന്യായമാണ്, എത്രത്തോളം സ്ഥിരതയുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. തീർച്ചയായും. ഈ വിവരങ്ങളുടെ അവസാനം പറയുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ടത് നിയന്ത്രണങ്ങളല്ല, മറിച്ച് സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ സംവിധാനമാണ് എന്നാണ്. അതൊരു നല്ല പോയിന്റാണ്. അത് നമ്മളെയും ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതായത്, ചിലരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തരുത് എന്നു കരുതി നമ്മൾ ശ്രമിക്കുമ്പോൾ സമൂഹത്തിന് സ്വയം നോക്കാനും വളരാനും സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട സംഭാഷണങ്ങളെ, ചില കലാസൃഷ്ടികളെ നമ്മൾ അറിയാതെ ഇല്ലാതാക്കുകയാണോ? അതൊരു ബാലൻസ് കണ്ടെത്തേണ്ട വിഷയമാണ്. എവിടെയാണ് ആ വര വരയ്ക്കേണ്ടത് എന്നത് എപ്പോഴും ഒരു ചർച്ചാ വിഷയമായിരിക്കും. തീർച്ചയായും. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ സ്പർശിച്ച വിഷയങ്ങൾ, അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ theopenmicpodcasts@gmail.com എന്ന വിലാസത്തിൽ എഴുതുക. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.